അമ്മേ, നേരെ ഇത്രയും വേഗം വെളുത്തോ? ദുവാ ദുവാ, ഇവിടെ ഇങ്ങോട്ട് പോയി. നീ ഇവിടെ ഉണ്ടോ? ഷെടാ, ഇതെവിടെ പോയി? നല്ല റൂംമേറ്റ്. കൂടെ ഉള്ള ആള് റൂഫ് ടോപ്പിൽ പോയത് പോലും അറിഞ്ഞില്ലല്ലേ? അത് പിന്നെ മാം, ഇപ്പോ നല്ല മയക്കത്തിലാണ്. ഇനിയും എഴുന്നേറ്റില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്റെ ഈശ്വര, ഇത് എപ്പോ ഇറങ്ങിപ്പോയി പെണ്ണു? പിന്നെ വവ്വാലിന്റെ ജന്മമാണോ എന്തോ? രാത്രി ഇറങ്ങി നടക്കാൻ. എണീക്കട്ടെ, ശരിയാക്കി കൊടുക്കണേ. A few moments later. എണീറ്റോ മഹാറാണി? നീ എന്ത് പണിയാ കാണിച്ചതുവാ? എന്തോന്ന്? അല്ല, നീ ഇതെങ്ങോട്ടായി പോകുന്നേ? ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു. എന്തേ, പോരുന്നോ? ആണോ? എപ്പോഴാ പോണേ? ഓ എടി, ഇന്ന് ക്ലാസ്സുള്ള ദിവസമാ. അയ്യോ, അപ്പൊ ഞാനോ? അയ്യോ, ഞാൻ വേഗം റെഡി ആവട്ടെ. അത് പറഞ്ഞപ്പോഴാ. നീ എന്താ കഴിഞ്ഞ ദിവസം വല്ല വവ്വാലുമായിരുന്നു? അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? അല്ല, നീ ഇന്നലെ എവിടെയാണ് കിടന്നതെന്ന് ഓർക്കുന്നുണ്ടോ? ഇവിടെ അല്ലാതെ ഞാൻ പിന്നെ എവിടെ കിടക്കാനാ? അയ്യോ എന്റെ ദൈവമേ, ഇത് എനിക്ക് ഭ്രാന്തായതാണോ അതോ ഇവിടെ ഉള്ള എല്ലാവർക്കും ഭ്രാന്തായതാണോ? എന്നെ നീ ഇന്നലെ ഇവിടുത്തെ റൂഫ് ടോപ്പിലാ കിടന്നേ. എന്തോന്ന് നല്ല തമാശ. ഒന്ന് പോയേടി അവിടെന്ന്. സീരിയസ് ആയിട്ടും? ഓ ശരി ശരി, ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം. ഇന്ന് വൈകിൽ പോകണമെന്നില്ല, റെസ്റ്റ് എടുത്തോ. വേണ്ട മാം, ഐ ആം ഫൈൻ. എന്നാ പൊക്കോ. അല്ല, മോൾ എന്തിനാ ഇന്നലെ രാത്രി റൂഫ് ടോപ്പിൽ പോയി? അത് ഞാൻ, ഇവൾക്ക് ഉറക്കത്തിൽ നടക്കുന്ന ശീലമുണ്ട് മാം. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഡോർ ലോക്ക് ചെയ്യാനും മറന്നു, അതാ. എന്നാലും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ റൂഫ് ടോപ്പിൽ എത്തി. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? ശരി, ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നോക്കണം രണ്ടാളും. ഓക്കെ മാം, നമ്മൾ നോക്കിക്കോളാം. നീ നിന്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുമെന്നും കരുതി ഈ വക ബോധമില്ലായ്മയ്ക്ക് ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടൂല കേട്ടോ. സോറി ഡി. എന്താ അവിടെ? അവിടെ അയാള് ആരെവിടെ പെണ്ണെ? ഇപ്പൊ ഞാൻ പറഞ്ഞു നാക്കിറക്കിയതേ ഉള്ളു. ഇമ്മാതി ബോധമില്ലാന്ന് പറയില്ലേ എന്ന്. എന്നെ ഒന്ന് വിശ്വസിക്കേ, ഞാൻ അയാളെ കണ്ടതാ അവിടെ. ഒന്ന് പോയതു. അതിന്റെ ഈ പൊട്ടത്തരം കേൾക്കാൻ എനിക്ക് സമയമില്ല. വാ, ലേറ്റ് ആകും വീണ്ടും. എന്റെ കർത്താവ്, ഈ പെണ്ണിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ആഹാ, ഇന്ന് പതിവിന്റെ നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ഫൈനലി അവൾക്ക് എന്നെ മനസ്സിലായി അലക്സ്. ആർക്ക്? ദുവയ്ക്കോ? അല്ല, അവളിലെ ഇനാറയ്ക്ക്. ഓ ഫൈനലി, ഇനി കാര്യങ്ങൾ നമുക്ക് എളുപ്പമാകുമല്ലോ. അത് പറയാറായിട്ടില്ല അലക്സ്. കാരണം ഇനാറ എന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് വ്ളാഡിമിർ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇനാറ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മോതിരം അവൾക്ക് കാണാൻ വലിയ പ്രയാസമില്ലെന്ന് അവനറിയാം. കണ്ടു കഴിഞ്ഞാൽ ഹിനാമസ് വാമ്പയേഴ്സ് എന്നേക്കുമായി ഇല്ലാതായിരിക്കും. അതെങ്ങനെ? കത്തിക്കും ഞാൻ. അവൻ ഇല്ലാതാക്കിയത് എന്റെ പ്രണയത്തെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നിങ്ങളുടെ ഓണം സെലിബ്രേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. എന്തൊരു കഷ്ടമായി. ഇതൊന്നും പ്ലാൻ ചെയ്യാൻ പോലും ടൈമില്ല. ഡി അന്നമ്മേ, എന്തോ നീ എന്താ ഓണത്തിനിടുന്നേ? എന്റെ മിക്കവാറും പട്ടുപാവാടയും ബ്ലൗസും ആയിരിക്കും. അയ്യേടി, സാരി ഇടാ എല്ലാവർക്കും പ്ലീസ്. സാരിയോ?
ഏത് കളർ എടുക്കും? നീ എന്തോന്നാ ഇടുന്നേ? ആവോ കിട്ടുന്ന ഇടും. എടി സാരി ഇടാം. എനിക്കതിനകത്ത് മാനേജ് ചെയ്ത് ഉടുക്കാനൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ സെറ്റാക്കാം. എന്നാ ഓക്കെ. ഓ ഇനി എക്സാമിന് കുറച്ച് നാൾ കൂടിയാണല്ലേ ഉള്ളൂ അല്ലേടി? അയ്യോ എന്റെ കർത്താവേ, ഓരോ ചിന്തകൾ കാരണം പഠിത്തത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതിന് നീ കർത്താവെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. എക്സാം ജയിക്കണമെങ്കിലേ പഠിക്കണം. ഓ ആയിക്കോട്ടെ നമ്പ്രാട്ടി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി. നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ആരാന്ന് നോക്കിക്കേ. മുത്തശ്ശി കുട്ടി. മുത്തശ്ശി കുട്ടിയോ? അതെ മുത്തശ്ശിയാണെന്ന് തോന്നുന്നു. ആണോ? നീ അറ്റൻഡ് ചെയ്തോ? ഹലോ. ഹലോ ദുവ അല്ല മുത്തശ്ശി, ഞാൻ സ്നേഹയാ. സ്നേഹ കൊച്ചാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ദുവ എവിടെ? എന്നാ വിശേഷം മുത്തശ്ശി? ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ വന്നേ ഉള്ളൂ. ദുവ കുളിക്കാൻ കയറിക്കുവാ. വന്നു, ഞാൻ എന്താ ഫോൺ കൊടുക്കാം. ശരി. ഹലോ, എന്താ മുത്തശ്ശി? ഒന്നും വിശേഷിച്ചില്ല. നിങ്ങളൊക്കെ ഒച്ച കേൾക്കാൻ വേണ്ടി ഒന്ന് വിളിച്ചതാ. അവിടെ എന്തോ ഇത്ര ശബ്ദം? ഇതിൽ പണി നടക്കുവാണോ? അത് അപ്പുറത്തെ ഒരു താമസക്കാര് വന്നിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യനാ. കൊച്ചു പയ്യനോ? കൊച്ചു പയ്യനോ? ഏത് കൊച്ചു പയ്യൻ? പിന്നെ ഞാൻ വിളിച്ചതേ നിങ്ങളോട് നാളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയാനാ. അതെന്തിനാ മുത്തശ്ശി? അത് പറയില്ല. എന്നാ ഒരു സൂത്രം തരാം. ആണോ? എന്നാ ശരി. എന്താടി? അല്ലടി, വെറുതെ വിളിച്ചതാ. നാളെ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു സാറ്റർഡേ സൺഡേ കിട്ടുന്നതാ. ഒന്ന് ഉറങ്ങാന്ന് വെച്ചാ. ചെന്നാ എന്തോ സൂത്രം തരാന്നൊക്കെ പറഞ്ഞു. ആന്റി എന്തോ കനത്തിനുണ്ടാക്കുന്നുണ്ട്. നാളെ എപ്പോഴാ പോവേണ്ടേ? അത് ശരി. അപ്പൊ നിനക്ക് ഉറങ്ങണ്ടേ ഇപ്പൊ? അല്ല, നീ എന്താ കൊച്ചു ചെറുക്കന്റെ കാര്യം പറഞ്ഞു? അത് പിന്നെ ഞാൻ സൗണ്ട് കേട്ടപ്പോ ചോദിച്ചപ്പോ പറയാ അപ്പുറത്തെന്തോ പുതിയ താമസക്കാര് വന്നെന്നോ, എന്തോ ഒരു കൊച്ചു ചെറുക്കനെന്നൊക്കെ. എന്താണോ എന്തോ. കൊച്ചു ചെറുക്കനോ? അപ്പൊ അവിടെ വേറെ ആരുമില്ലേ? ആവോ, അതിന്റെ അച്ഛനും അമ്മയൊക്കെ കാണും. മുത്തശ്ശി പിന്നെ കാണാനിട്ടായിരിക്കും. അത് ശരിയാ. മുത്തശ്ശിയുടെ കണ്ണ് കുഞ്ഞിപ്പിള്ളയുടെ അടുത്തേക്ക് ആദ്യം ചായും. സത്യം. ആദം. എന്താ റിമി? ഞാൻ അലക്സ് പറഞ്ഞ പോലെ ആ ബുക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. വാട്ട്? അതെന്തിനാ അങ്ങനെ ചെയ്തേ? അല്ല ആദം, ഇതാരൊക്കെ ഇന്നലെ നിന്നെ മനസ്സിലായെന്നല്ലേ പറഞ്ഞേ? പിന്നെന്തിനാ ഈ ബുക്കിന്റെ ആവശ്യം? അലക്സ്, ഞാൻ പറഞ്ഞില്ലേ, അവളിൽ ഇനാറയ്ക്ക് മാത്രമേ എന്നെ ഓർമ്മ വന്നിട്ടുള്ളൂ, ദുവയ്ക്കല്ല. അവൾ ഇപ്പോഴും ഒരുപാട് റിയാലിറ്റി ഇനിയും അറിയാനുണ്ട്. ഞാനത് ഓർത്തില്ല. അല്ല ആദം, ഇനി ഈ ബുക്ക് എന്താ ചെയ്യാ? എങ്ങനെ അവരെ തിരിച്ചേൽപ്പിക്കും? ഡോൺ വരി, അത് ഞാൻ നോക്കിക്കോളാം. ആ ബുക്ക് ഇങ്ങ് തന്നേക്ക്. നേരം വെളുത്തോ? എന്നിട്ട് ഉറക്കം മാത്രം മതിയായില്ല. സമയം എത്രയായി? 7 മണിയോ? എടി ദൂരാ. എന്റെ ഈശ്വര, ഇനി അവളെ എണീപ്പിക്കുന്നതാണല്ലോ ചടങ്ങ്. എടി ദൂരാ. എന്താടി എന്റെ ചെവി? എണീക്കാനോ? ശരി. പിന്നെ കിടന്നു. A few moments later. ദൈവമേ, ഈ പെണ്ണ് എഴുന്നേറ്റില്ലേ? ഇന്നലെ എന്തൊക്കെയായിരുന്നു പ്ലാൻ? മുത്തശ്ശിയുടെ അടുത്ത് പോണം, അവിടെ കുഞ്ഞമ്മയെ കെട്ടിക്കണം, എന്തൊക്കെയായിരുന്നു. എവിടാ? അയ്യോ ദേ വാർഡൻ. ഗുഡ് മോർണിംഗ് മിസ്. അയ്യോ ഗുഡ് മോർണിംഗ് മാം. അപ്പൊ വാർഡന് പേടിയുണ്ട്? പോടി കോപ്പേ, എനിക്കാരെയും പേടിയൊന്നുമില്ല. അതെ, ഇപ്പൊ കണ്ട്. നീ വേഗം ഫുഡ് കഴിച്ചിട്ട് വരുന്നുണ്ടോ? ഞാൻ പോവാട്ടോ, മണി 8:30 അതെ വരണം. ആ കുഞ്ഞി കൊച്ചിവിടെ ഉണ്ടാവോടി? കാണുമായിരിക്കും. അയ്യോ, എനിക്ക് കുഞ്ഞു ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഒത്തിരി നേരം എടുക്കും, ചോദിക്കരുതേ. അയ്യോ, എനിക്കൊന്നും വേണ്ടേ, നീ തന്നെ എടുത്തോ. എന്താടി? എന്റെ കീ ചെയിൻ കാണുന്നില്ല. കീ ചെയിനോ? ഏത് കീ ചെയിൻ? ആടി, എന്റെ ഹാൻഡ് ബാഗിന്റെ. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ഉണ്ടായിരുന്നു. ഞാനിവിടെ ജസ്റ്റ് നോക്കിട്ട് വരാം. ആണോ? ഓക്കേടി, നോക്കിട്ട് വാ. അത് അവളുടെ എന്തോ കീ ചെയിൻ കാഞ്ഞു വീഴും. പക്ഷെ അവളെ നോക്കാൻ പോയതാ. ഇപ്പൊ വരും, നമുക്ക് അകത്തോട്ട് ഇരിക്കാം. കിട്ടി. അയ്യോ, എന്റെ ഡ്രസ്, എന്റെ മേക്കപ്പ് എല്ലാം വെള്ളത്തിൽ പോയേ. അയ്യോ, ആരാ അവിടെ? എന്തെങ്കിലും പറ്റിയോ?
വെയിലൊന്നോ? തനിക്ക് എന്താണോ ബോധമില്ലേ? റോട്ടിൽ കൂടെയാണോ വെള്ളം കോരി ഒഴിക്കുന്നത്? എന്റെ ഡ്രസ്സ് മുഴുവൻ നാശമായി. അയ്യോ ചൂടാവാതെ, ഞാൻ കാറ് കഴുകായിരുന്നു, കണ്ടില്ല, സോറി ആന്റി. ആന്റി ആരോടോ തന്റെ ആന്റി? എനിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല. പക്ഷെ കണ്ടാ പറയില്ലല്ലോ. ദേ താരന്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. ഈ നാട്ടിലെ 19 വയസ്സുള്ള പിള്ളേരൊക്കെ തനിക്ക് ആന്റി അങ്കിളും ആണോ? അതല്ല, പക്ഷെ തന്നെ കണ്ടാലൊരു ഒരു ഒരു ഏജായ പോലെ തോന്നുന്നുണ്ട്. ഏജ്ഡായ തന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഏജ്ഡായി പോലും അത് തീരുമാനിക്കാൻ അയാൾ ആരാ? പാട്ടി തെണ്ടി നാര ചേട്ട തൂ 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 തൂ. അതെ വന്നല്ലോ. ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? അല്ല, പുറത്ത് മഴ പെയ്യുന്നുണ്ടോ? നീ എന്തെങ്കിലും നനഞ്ഞിരിക്കുന്നേ? ഒരുത്തൻ നാറി. എന്തോന്ന്? അല്ല, ഒരുത്തൻ നാറിയ വെള്ളം മേത്തേക്ക് ഒഴിച്ചു. ആണോ? എന്നിട്ട് സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ. സ്മെല്ലൊക്കെ വരുന്ന വഴിക്ക് കാറ്റത്ത് പോയി. കഷ്ടായല്ലോ. ഒരു കാര്യം ചെയ്, ദൂരെ ഒരു ഡ്രസ് ഉണ്ട് ഇവിടെ, അത് പകരമാകുമെങ്കിൽ മോൾ അതിട്ടോ. ഇത് നിങ്ങൾ പോകാനാകുമ്പോ ഉണങ്ങിക്കോളും. ശരി, ഞാൻ പോയി മാറ്റി വെച്ച് വരാം. അല്ല മുത്തശ്ശി, അപ്പുറത്ത് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശിക്കപ്പൊ ഒരു കൂട്ടായല്ലോ എന്തായാലും. ശരി, ഇപ്പൊ വിളിക്കാം. മോളെ ഈ കേക്ക് ഒന്ന് നോക്കിക്കൊള്ളേ. ഓഹോ, കേക്ക് ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ ഈ വാട്ട വെള്ളം എനിക്ക് തന്നേ? അല്ല, അവരൊക്കെ എവിടത്തുകാരാ മുത്തശ്ശി? അവരൊന്നും പറയാനില്ല, ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. ആര്? ആ കൊച്ചൊറ്റയ്ക്കോ? ഞാനും ആലോചിച്ചു, ആ കൊച്ചു പയ്യൻ എങ്ങനെയാ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണേന്ന്. സ്നേഹമോളെ, ഇതാ അപ്പുറത്ത് ആ കൊച്ചുതാ വന്നേക്കുള്ളൂ നിങ്ങളെ കാണാൻ. ആഹാ, എന്താ പേരവന്റെ? ശ്രീനാഥ് എന്ന. നമ്മളെല്ലാം ശ്രീകുട്ട എന്ന് വിളിക്കും. ആ ദേ വന്നല്ലോ. എവിടെ ശ്രീകുട്ട? ഇതാണോ കൊച്ചു ചെറുക്കൻ? ഈ മുതുക്കനെയാണോ കൊച്ചു ചെറുക്കൻ എന്ന് പറഞ്ഞ? നീ വന്നോ? ഈ ഡ്രസ് നിനക്ക് കറക്റ്റ് ആണല്ലോ അല്ലേ? നീ ഇന്ന് വന്നേ എന്തിനാ? അത് പറയാം, നീ വന്നേ. എടീ, മുത്തശ്ശി പറയണ കൊച്ചൊക്കെ അത് കൊച്ചല്ലേ. എന്താടി നിനക്ക് പിച്ചുമ്മയൊക്കെ വിളിച്ച് പറയുന്നേ? ഇത് നിങ്ങൾ ഈ പറയുന്ന കൊച്ചുണ്ടല്ലോ, അവനാ നേരത്തെ എന്റെ പുറത്ത് വെള്ളം കോരി ഒഴിച്ചേ. ദേ മുത്തശ്ശി വിളിക്കുന്നു, വാ അങ്ങോട്ട് പോവാ. ഞാനിന്ന് സ്നേഹ കളിക്കല്ലേ, ഇങ്ങോട്ട് വാടി. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ശ്രീകുട്ടൻ. ഹായ്, ഐ ആം ശ്രീനാഥ് ശങ്കർ. ഹായ്, ഞാൻ ദുവ. ഇത് സ്നേഹ. ഓ, ഇതാണല്ലേ സ്നേഹ. നിങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ടോ? ആ, ചെറുതായിട്ട് പരിചയമുണ്ട്. ആണോ സ്നേഹമോളെ? എനിക്കവരെയൊന്നും അറിയില്ല. താൻ ആരാണോ? മോളെ, എങ്ങനെയാണ് ഒരു ഗസ്റ്റിനോട് സംസാരിക്കുന്നേ? ഓ സോറി, താങ്കൾ ആരാണെന്നൊന്നും ഒഴിഞ്ഞാലും. ഒന്ന് ചുമ്മാ തരീടി, ഒന്നും തോന്നരുത് കേട്ടോ, ഇവരിങ്ങനെയാ. അതെനിക്ക് ഓൾറെഡി മനസ്സിലായതാ. എന്നാ ശരി മുത്തശ്ശി, ഞാൻ ഇറങ്ങട്ടെ, ലേറ്റായി. പോയിട്ട് വാ മോനെ. ആന്റി, ദുവാ, പോയിട്ട് വരാം. ശ്രീകുട്ട ശരി. അല്ല ദുവാ, സ്നേഹ എവിടെ? അവള് പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു, മുറ്റത്ത് കാണും മിക്കവാറും. ആണോ? ശരി എന്നാ. ഇത് ഇറങ്ങി പോണില്ലേ? കൊറേ നേരം ആയില്ലേ? ഇയാൾ ഇങ്ങോട്ട് എന്തിനാണ് എഴുന്നള്ളുന്നേ? എന്താടോ താനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? അല്ല, ഞാൻ പിന്നെ കൂട്ടത്തോടെ നിക്കാം. എന്തേ? ഫണ്ണി ഗേളാ, ഐ ലൈക്ക് ഇറ്റ്. നമുക്കിനിയും കാണണം കേട്ടോ ആന്റി. ആന്റി നിന്റെ മറ്റോളാണ്. എടി, എന്താടി ഇവിടെ ഒരു ശബ്ദം കേട്ടെ? അല്ല, നിന്റെ മുഖം എന്താ ഇങ്ങനെ ചുമന്നിരിക്കുന്നേ? ഉടക്കെ എന്റെ മൂടൊന്ന് പോടി അവിടെ. ഇതൊക്കെ എന്താ വട്ടായോ? എന്താടി ഇങ്ങനെ ഇരിക്കുന്നേ? അല്ല, നമ്മുടെ ആ ബുക്ക് എന്നാലും ആരായിരിക്കും എടുത്തേ? എന്റെ ദൈവമേ, നീ അത് മറന്നില്ലേ ഇതുവരെ? അങ്ങനെ മറക്കാൻ പറ്റുന്നില്ലടി. നീ എന്തോ ചെയ്യാ, ഉറങ്ങാൻ പോകും. എവിടെ പോയില്ലേ? മൂങ്ങ അവിടെ കാണുമല്ലോ.
എന്തിനാ ഈ ടെറസിലോട്ട് പോകുന്നേ? ഒച്ച വെക്കാതെ എല്ലാരും ഇപ്പൊ എണീക്കും. ഇത് ഞാനാ. താൻ എങ്ങനെയാണ് ഇവിടെ വന്നേ? ഓ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നാണ് കേട്ടോ. ഓഫ്, ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്റെ പെണ്ണെ. ഇപ്പൊ എന്തിനാടോ താൻ ഇങ്ങോട്ട് വന്നേ? അല്ല ദുവാ, നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടായിരുന്നു? ഇല്ലല്ലോ, എന്താ അങ്ങനെ ചോദിച്ചേ? ആണോ? ഈ ബുക്ക് എനിക്ക് നിങ്ങളുടെ അവിടെ നിന്ന് കിട്ടിയതാ. അപ്പൊ വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയേക്കാം. വെയിറ്റ്, ഈ ബുക്ക് എങ്ങനെയാ തനിക്ക് കിട്ടിയേ? അതൊക്കെ കിട്ടി. ഇനാറ, യെസ് ആദം. നമ്മുടെ ഈ കഥ ദുവ വായിച്ചിരിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ ആദം, വ്ളാഡിമിർ വീണ്ടും എന്തെങ്കിലും ചെയ്യുമോ? നീ അതോർത്ത് പേടിക്കണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ സമയത്ത് ഇതാരാ അവിടെ? സ്നേഹ, എണീക്കുന്ന കോഫി. താങ്ക്സ്. എന്താടി കാക്ക വല്ല മലന്ന് പറക്കുന്നുണ്ടോ? ഒന്ന് പോയേടി, വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ മതി. ഇതാ മറ്റേ ബുക്കല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഏത് ആ ബുക്കോ? എവിടെ? ആ ആണല്ലോ, ഇതാരാ ഇവിടെ വെച്ചേ? മോളെ വേണ്ട കേട്ടോ, നമ്മുടെ എക്സാം ഒക്കെ ആവാറായതാ. ഇതിന്റെ പിന്നാലെ പോകാൻ നിൽക്കരുത്. എടി, ബാക്കി എന്തായെന്ന് എനിക്ക് അറിയണോടി. ഈ പെണ്ണ്. ഹായ് ഗൈസ്, എനിക്ക് അകത്തോട്ട് വരാമോ? ആ ശ്രീ, കേറി വാ. വെയിറ്റ്, ആ ബുക്ക് ഞാൻ ഇവിടെ. Isn't that royal number? ആണെങ്കിൽ തനിക്ക് എന്താടോ? ഗൈസ്, ഐ എം സീരിയസ്. ഈ ബുക്ക് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നേ? ഇത് നമ്മുടെ കോളേജ് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയതാ. ശ്രീക്ക് ഈ ബുക്കിനെ പറ്റി അറിയാവോ? ഓ യെസ്, ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഐ എം എ ജേർണലിസ്റ്റ്. ഞാൻ ഇതുപോലുള്ള ബുക്സിനെ പറ്റിയാണ് ഗവേഷണം ചെയ്യാറ്. പക്ഷെ ഈ ബുക്ക് കാണാതായിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഇതിനെപ്പറ്റി ആർക്കും ഒരു അറിവുമില്ലായിരുന്നു. അപ്പൊ ഇത് ശരിക്കും നടന്ന കഥയാണോ? ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. മേ ബി ആയിരിക്കാം. അല്ല, നിങ്ങൾ ഈ ബുക്ക് വായിച്ചായിരുന്നു? ആ, ഞാൻ കുറച്ച് വായിച്ചായിരുന്നു. ഞാൻ മുഴുവനും വായിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റോറി ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റോ? അതെ, ഇതിനൊരു എൻഡിങ് ഇല്ല. റിയലി? എങ്കിൽ പിന്നെ ബാക്കി അറിഞ്ഞിട്ട് തന്നെ കാര്യം.